ഹലോ, കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ വചന വിചിന്തനത്തിനായിട്ട് വരുന്നത്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇന്ന് രാവിലെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച സമയത്ത് വളരെ വ്യക്തമായൊരു വെളിപ്പെടുത്തൽ വചനത്തിൽ കൂടിയാണ് കേട്ടോ. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരു ലോകവ്യാപകമായ മുന്നറിയിപ്പിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഫാദർ ജോൺ മാത്യു കുന്നത്തുമറ്റം എന്ന് പറയുന്ന വൈദികനിൽ കൂടിയും ലോകവ്യാപകമായ മുന്നറിയിപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കേട്ടിട്ടുണ്ടായിരിക്കണം, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കണം. അദ്ദേഹം അതിനെപ്പറ്റി ഉള്ള ഒത്തിരിയധികം 119 എപ്പിസോഡുകൾ അതിനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പങ്കുവെക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കുറച്ച് പ്രയാസം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയ ഒരു ദുരന്തം വയനാട്ടിൽ സംഭവിച്ചു. അനേകർ ഈ ലോകം വിട്ടുപോയി. അനേകർക്ക് അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയി, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അവർക്ക് സ്വത്തുക്കളുണ്ടായി സൂക്ഷിച്ചു വെച്ചിരുന്ന എല്ലാം പോയി, മണ്ണിനടിയിലോട്ട് പോയി. ഒത്തിരി നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിലോട്ട് പോയി. അവരെ തിരിച്ച് കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല. അവരുടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം കർത്താവ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ സൂക്ഷിക്കണമെന്ന് കർത്താവ് നമ്മളോട് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ ലോക ജീവിതം ക്ഷണഭംഗുരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും സഹോദരങ്ങളെ, ഞാനൊരു വചനം, ഇന്ന് കിട്ടിയ വചനം ഞാൻ പങ്കുവെക്കുകയാണ്. അതിനോട് സാമ്യമുള്ള വേറെ ചില വചനങ്ങളും ഉണ്ട് ഇവിടെ തന്നെ, അത് തന്നെ ഞാൻ പറയാം. ഇത് പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ഞാനതൊന്ന് വായിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. കേട്ടല്ലോ, ഒന്നുകൂടെ വായിക്കാം. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. അപ്പം അത് വളരെയധികം സീരിയസ് ആയിട്ട്, ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിന്ന് കർത്താവിനോട് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പം, കർത്താവെ, എനിക്കൊരു വചനം, ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഒരു വചനം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് മാത്രമല്ല, ഇങ്ങനെ ഒരു ലോകവ്യാപകമായ മുന്നറിയിപ്പ് കർത്താവ് തരാനിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതിൻ്റെ സിയേഴ്സ്, അത് കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് കരബന്താളിലെ പെൺകുട്ടികളായിരുന്നു. അവർക്ക് വെളിപ്പെടുത്തപ്പെട്ട ചില കാര്യങ്ങളാണിത്. അല്ലാതെ തന്നെയും പല പ്രാവശ്യവും ഈ കാര്യങ്ങൾ പലരും വഴിയും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സെയിൻറ്റ് ഫൗസ്റ്റീന, ഡിവൈൻ മേഴ്സി, നമ്മൾക്കറിയാമല്ലോ, അമ്മയ്ക്കും ഈ കാര്യങ്ങൾ മുൻകൂട്ടി ഈശോ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോരെന്നുള്ളതാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അല്ലേ, നാളെ ഉണ്ടല്ലോ, ഇനിയുണ്ടല്ലോ സമയമൊക്കെ. എനിക്കാണെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എനിക്കെന്നെ 40-45 വയസ്സേ ഉള്ളൂ, ഇനിയുണ്ടല്ലോ, സമയം കിടക്കുകയല്ലേ. അപ്പോൾ അത് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എത്ര മരണങ്ങളുണ്ടായിട്ടുണ്ട്. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, പെട്ടെന്ന് ഉള്ള അറ്റാക്ക്, അല്ലാതെയുള്ള പല അപകടങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ടുപോലെ ഉള്ള
അപകടങ്ങൾ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട് അനുഭവിച്ചതാണ്. ഭൂമി കുലുക്കം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നുവരെയും അതെത്തിയില്ല, അതും പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ കർത്താവിലേക്ക് തിരിയാൻ വൈകരുതെന്നുള്ളത് വ്യക്തമായ ഒരു 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 മുന്നറിയിപ്പ് തന്നെയാണ്. അത് തന്നെ ഒരു മുന്നറിയിപ്പാണ്. നാളെ എന്ന് ഒരിക്കലും നമ്മൾ നീട്ടി വെക്കരുത്. ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ പാപത്തെ പറ്റി പശ്ചാത്തപിച്ച് വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഈ മുന്നറിയിപ്പ് ഞാൻ പലപ്പോഴും എൻ്റെ ഈ പല എപ്പിസോഡുകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പം നമ്മൾ ഒരുങ്ങാതിരിക്കുന്നവർക്ക് മരണം സംഭവിക്കാം. അത്രമാത്രം ഷോക്ക് ഉള്ള ഒരു വലിയ സംഭവമാണ് അവിടെ അന്ന് നടക്കാൻ പോകുന്നത്. നന്നായിട്ട് ജീവിക്കുന്നവർക്ക് പ്രശ്നമില്ല, പക്ഷേ ആ ഷോക്ക് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൈവമായ കർത്താവ് ഈശോ, മനുഷ്യനായ ഈശോ എന്നാൽ ദൈവവുമായ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് നമ്മൾ കാണിച്ചു തന്നു അല്ലേ. ക്ഷമിക്കുന്ന സ്നേഹം അവിടെയാണ് നമ്മൾ കണ്ടത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാതെ ഇവരെ നശിപ്പിക്കണമെന്ന് ഈശോ പ്രാർത്ഥിച്ചില്ല. അവിടെ ഇവരോട് ക്ഷമിക്കണേന്ന് പിതാവിനോട് വിളിച്ച് പറയാണ്. മനുഷ്യനായ ദൈവവും മനുഷ്യനുമാണ് ഈശോ, എങ്കിലും ആ രൂപത്തിലാണ്, മാനുഷികമായിട്ടുള്ള രീതിയിലാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. അപ്പം മനുഷ്യനായ ഈശോയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഗോഡ്, ദൈവം തന്നെയാണ്. പക്ഷേ ഈശോ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്നില്ലേ, വചനം മാംസമായില്ലേ, വചനമാകുന്ന യേശുവാണ്. പക്ഷേ അവിടത്തേക്ക് മനുഷ്യ അവതാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ രൂപം വെച്ചു, എല്ലാവർക്കും കാണാറായി. അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ കാണുന്നത്. കാരണം ദൈവം അരൂപിയാണ്, ദൈവത്തെ കാണാൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ദൈവം അരൂപിയായ ദൈവത്തെ നമുക്ക് മരണശേഷം നമുക്ക് കാണാൻ പറ്റും, അല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടില്ലേ, കാണാൻ പറ്റുമില്ല. സ്വരം കേട്ടു, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷേ യേശു ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചതുകൊണ്ട്, മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് മാത്രം നമുക്ക് യേശുവിനെ കാണാൻ പറ്റും. എന്നെ കാണുന്നു, പിതാവിനെ കാണുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വലിയൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇതാണ് വാസ്തവത്തിൽ യേശു അന്ന് വെളിപ്പെടുത്തിയത്. അപ്പം നമ്മളിവിടെ ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. വചനം, കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും, പെട്ടെന്നായിരിക്കും ഉണരുകയും, ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യുന്ന പറയുന്നു. നമ്മളിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കണം. കുമ്പസാരിക്കുവാനായിട്ട് നമ്മൾ മടി കാണിക്കരുത്. അടുത്ത വർഷത്തിലൊന്ന് വെച്ച് ഞാൻ കുമ്പസാരിക്കുള്ളൂ, അതുകൊണ്ട് അത് മതി എന്നുള്ള ചിലർ തീരുമാനിക്കുന്നവരുണ്ട്. അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഒന്ന് കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും. പിന്നെ അത് കൂടാതെ പിന്നെ ഈസ്റ്റർ വരുമ്പോൾ ഒന്ന് കുമ്പസാരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പോരാ എന്നുള്ളതാണ്. നമുക്കല്ലാതെ കുമ്പസാരിക്കാനുള്ള ആവശ്യത്തിന് വൈദികർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. വൈദികരില്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ലോകത്തിൽ അല്ലേ. ആഫ്രിക്കയിലും അങ്ങനെയുള്ള ഏതെല്ലാം സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ നോർത്തിലോട്ട് പോയിട്ടുണ്ട്, അവിടെയും പള്ളികളെല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ ഈ കേരളത്തിലൊക്കെ ഉള്ളതുപോലെയുള്ള വൈദികർ, ഇത്രയും വൈദികരുടെ സാന്നിധ്യം ഒരു സ്ഥലത്തും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അത്രമാത്രം നമ്മളെ ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഈ കേരളം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എത്രയും വേഗം മനസ്തപിച്ച് ഈ സംഭവങ്ങളൊക്കെ നാളെ നടക്കാം, അല്ല ഇപ്പോൾ തന്നെ നടക്കാമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മളത് ചെയ്തിരിക്കണം. ഇതാരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല കേട്ടോ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരിക്കലും ഭയം വരത്തില്ല. പരിശുദ്ധാത്മാവ് ആരെയും ഭയപ്പെടുത്തുകയില്ല. പക്ഷേ വാർണിംഗ് തരും, നമുക്ക് മുന്നറിയിപ്പ് തരും. അത് നല്ല നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമുക്ക് എത്ര മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യവും അല്ലേ. മോനെ അതേ തുടരുത്, മോനെ കുഞ്ഞായിരിക്കുമ്പം അല്ലേ അങ്ങനെ ആ ഒരു കാര്യത്തിൽ നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാവശ്യവും നമുക്ക് വേണ്ടുന്ന ആ സന്ദേശങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരും നമുക്ക് തരാറുണ്ട്. പിന്നെ ഇതിൽ തന്നെയുള്ള വേറൊരു വചനം, പ്രഭാഷകൻ 5:5,
ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. 6 അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കണ്ടോ, കർത്താവ് കാരുണ്യവാനാണ്, പക്ഷേ എല്ലാം ഇങ്ങനെ ക്ഷമിക്കുമെന്നോർത്ത് അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് പോലെ തഴക്ക ദോഷങ്ങൾ കണ്ടേക്കും. അപ്പോൾ ഇതും കൂടെ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ മുതലങ്ങ് മാറ്റാം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ അബ്രപ്റ്റായിട്ട് തന്നെ അത് നിർത്തിക്കളയണം. നമുക്ക് നിത്യമായിട്ടുള്ള ആ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യമായ പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ചെയ്ത പാപങ്ങളെ പറ്റി പശ്ചാത്തപിക്കുക. ഏതൊക്കെ പാപങ്ങൾ ഏറ്റുപറയാനുണ്ട്, ആരോടെങ്കിലും എനിക്ക് ക്ഷമിക്കാനുണ്ടോ, എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ, വിദ്വേഷമുണ്ടോ, വെറുപ്പുണ്ടോ, ഇത് നോക്കിയിട്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കുക. അത് എന്നിട്ട് നമ്മളത് പോയി വൈദികൻ്റെ അടുത്ത് പോയി ഏറ്റുപറഞ്ഞ്, മനസ്താപത്തോടുകൂടി ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുക്കുക. ആരോഗ്യം കുറഞ്ഞവരൊക്കെ കാണും, അവരോട് ഞാൻ പറയുന്നില്ല, പക്ഷേ ആരോഗ്യമുള്ളവരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.